ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് KPSTA ചെറുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ബ്രാഞ്ച് സെക്രട്ടറി VJ ജെസി സ്വാഗതം ആശംസിച്ചു. KPSTA ചെറുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് CK ഷീന അധ്യക്ഷത വഹിച്ചു. KPSTA മുൻ സംസ്ഥാന ഓഡിറ്റർ KK സുരേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ തിരുവനന്തപുരത്ത് സ്പീക്കറോട് നമ്മുടെ കാര്യം കൃഷ്ണ ടീച്ചർ സമ്മാനം വിളിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അന്ന് സ്പീക്കർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സമ്മാനം ഇന്ന് ടീച്ചർക്ക് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ നിശാകുമാരി ടീച്ചർക്ക് ഇപ്പം കൊടുക്കുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. KPSTA സംസ്ഥാന സമിതി അംഗം രമേശൻ കാന മുഖ്യപ്രഭാഷണം നടത്തി. KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗവും കോഴിച്ചാൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററുമായ K ശ്രീനിവാസൻ മാസ്റ്റർ, കണ്ണൂർ ജില്ലാ അധ്യാപക പരിശീലന പരിപാടിയുടെ ഇംഗ്ലീഷ് ഭാഷാ വിദഗ്ധനും JMUP സ്കൂൾ അധ്യാപകനുമായ CD ജോയി എന്നിവർ യാത്രയയപ്പ് ഏറ്റുവാങ്ങി മറുപടി പ്രസംഗം നടത്തി. കൃഷ്ണമൂർത്തി ഉഗ്രതാണ്ഡവമാണ് ചെയ്യുന്നത്. കഠിനമായ ചൂടാണ്. സാധാരണ വിഷ്ണുമൂർത്തിയാണ് ഉഗ്രതാണ്ഡവമാണ്, ഇവിടെ കൃഷ്ണമൂർത്തിയാണ് ഉഗ്ര താണ്ഡവമാണ്. പക്ഷേ എൻ്റെ മുന്നിൽ കൊന്നമുരം പൂത്ത് നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹമനങ്ങൾ, സ്നേഹമനസ്സുകൾ അതിൻ്റെ പ്രതിഫലനമാണ്, അത് പൂത്തുലഞ്ഞു നിൽക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ കൊന്നമരം എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളുടെ സ്നേഹാദരം എൻ്റെ ജ്ഞാനേന്ദ്രിയത്താൽ നിവർന്ന് എൻ്റെ കോശാന്തരങ്ങളിൽ അത് വികാര സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഞാൻ ജന്മം കൊണ്ട് കണ്ണൂർ ജില്ലക്കാരനാണ്. പക്ഷേ എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ സിംഹഭാഗവും കാസർഗോഡ് ജില്ലയിലായിരുന്നു. കണ്ണൂർ ജില്ലയിൽ കോറോനാട്ടിൽ ജനിച്ച് ഒരുപക്ഷെ ഈ പ്രദേശവുമായിട്ട് എനിക്ക് സ്നേഹബന്ധങ്ങളും കുടുംബബന്ധങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചു വളർന്ന ബാല്യം. പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ കോറോ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് 500 മേലെ മാർക്ക് വാങ്ങി പയ്യന്നൂർ കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് തീക്ഷ്ണമായ ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ വേണ്ടി പറയുന്നത് TTCക്ക് പോകണമെന്ന് പറയും. അങ്ങനെ ഒരു വർഷം ഈ 1ാം ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുമ്പോൾ തന്നെ TTCക്ക് പോവുകയും ചെറിയ പ്രായത്തിൽ തന്നെ 89-ലാണ് സുരേഷ് മാഷ് സർവീസ് പ്രവേശിച്ചത്. അതേ സമയത്ത് തന്നെയാണ് ഞാനും സർവീസ് പ്രവേശിച്ചത്. അത് കണ്ണൂർ ജില്ലയിലെ കേളകത്തിനടുത്ത്, ഇരട്ടി സബ് ജില്ലയിലെ കേളകത്തിനടുത്ത് കേളകം ബസ് ഇറങ്ങിയിട്ട് 2.5 മണിക്കൂർ വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത അടക്കാത്തോട് കഴിഞ്ഞുള്ള ശാന്തിഗിരി എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. സാറിനെ പറ്റിയുള്ളവർ ശക്തമായ പിന്തുണ നൽകും നമുക്ക് എപ്പോഴും നല്ല സപ്പോർട്ടും ഉണ്ട്. അപ്പം നമ്മൾ നല്ല ഉഷാറായിട്ട് പുറകിലിരിക്കുന്നവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, കണ്ടില്ല കേട്ടോ. എല്ലാവരും ഉഷാറായില്ല. എനിക്കതേ പറയാനുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ കോളേജിലായിരുന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൊസിഷനിലേക്ക് വരാൻ ഒരു താല്പര്യമില്ല. ഇവിടെ നിന്നാണ് തന്നെ ഞാൻ പൊസിഷനിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ കോളേജിലായിരുന്നപ്പോൾ 3rd DC റെപ്പായിരുന്നു. പിന്നെ നല്ല മൃഗീയ ഭൂരിപക്ഷത്തോട് ജയിച്ചു നെഹ്റു കോളേജിൽ നിന്ന് തന്നെ 3rd DC റെപ്രസെന്റേറ്റീവ്. ചടങ്ങിൽ വെച്ച് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പുസ്തകാസ്വാദന മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ തിരുമേനി SNDP സ്കൂൾ അധ്യാപിക നിഷാകുമാരി ടീച്ചർക്ക് അനുമോദനം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് PK രാമചന്ദ്രൻ, ഉപജില്ലാ സെക്രട്ടറി KV യുഗേഷ്, ട്രഷറർ TP പ്രഭാകരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ട്രഷറർ ബിനി ജോർജ് നന്ദി രേഖപ്പെടുത്തി. രാമചന്ദ്രൻ മാഷ് പറഞ്ഞു, ആ ഉപജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആ സ്ക്വാഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് മാഷിൻ്റെ കൂടെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയത്. അപ്പോഴാണ് മാഷെ കൂടുതൽ പരിചയപ്പെട്ടത്. പക്ഷേ സുരേഷ് ഗോപിയുടെ ഡയലോഗ് പോലെ ദേ വന്നു ദാ പോയി. മാഷ് വന്ന് കുറച്ച് കാലമേ നമുക്ക് കൂടെ കിട്ടിയുള്ളൂ. അതൊരു സങ്കടം തന്നെയാണ്. കാരണം അതിനത്ര കഴിവുള്ള ആൾക്കാർ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെക്കും ഒരു കരുത്ത് തന്നെയാണ്. അപ്പോൾ ആ സ്ക്വാഡ് വർക്കിലുണ്ടായ ചില കാര്യങ്ങളൊക്കെ രാമചന്ദ്രൻ മാഷ് പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾക്കും ഒരു കരുത്ത് പോയിരുന്നതാണ്. നമ്മളെ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുന്ന നേതാക്കന്മാർ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത്. ജോയി മാഷെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു. എനിക്ക് മാഷ കണ്ട് ചെറിയ പരിചയമുള്ളൂ. അപ്പോൾ അത്രയും പ്രഗത്ഭനായ അധ്യാപകരാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. KPSTയുടെ ചെറുപുഴ ബ്രാഞ്ചിൻ്റെ യാത്രയയപ്പ് സമ്മേളന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് യാത്ര അയക്കപ്പെടുന്ന നമ്മുടെ ശ്രീനിവാസ് മാഷും ജോയി മാഷും സംഘടനയെ സംബന്ധിച്ചിടത്തോളം
വലിയ മുതൽക്കൂട്ടാണ്. ശ്രീനിവാസ മാഷെ സംബന്ധിച്ചിടത്തോളം ഈ വർഷമാണ് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിലേക്ക് വന്നതെങ്കിലും അതിനു മുമ്പ് പൈനൂർ BPO മുതലുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നെന്ന കാര്യം ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ GST, KPST തുടങ്ങിയ സംഘടനാ സംവിധാനത്തിൽ അതിന് ജില്ലാതലത്തിലുള്ള ഭാരവാഹിയായി ഏറെക്കാലം പ്രവർത്തിച്ച പരിചയമുണ്ട്. കൂടാതെ നിങ്ങൾക്കറിയുന്ന പോലെ മികച്ച പ്രഭാഷകനാണ്. തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഏത് വേദിയിലും ആ നിലപാടുകൾ ധീരമായി പറയാനുള്ള ധൈര്യം ശ്രീനിവാസ മാഷിനുണ്ട്. മേഖലയിൽ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും അതിന്റെ ഡൽഹി വരെയുള്ള പരിപാടികളിൽ പങ്കെടുത്ത് സംഘടനയുള്ള കൂറും വ്യാപ്തിയും വ്യക്തമാക്കിയ ഒരു അധ്യാപകനാണ് ജോയ് മാഷ്. സമിതി അംഗമായ ശ്രീനിവാസൻ മാഷാണ്. അപ്പം ഞാൻ മറ്റു മുഖവിലില്ലാതെ കാര്യങ്ങൾ പറയുകയാണ്. അതായത് നമ്മുടെ സാറ് ഒരുപക്ഷെ ഔദ്യോഗികമായ തലത്തിൽ BPO ആയിരിക്കുന്ന കാലഘട്ടത്തിൽ മുമ്പേ സുരേഷ് മാഷ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഔദ്യോഗികമായ ഒരു ഇടപെടലുകളാണ് നമ്മൾ ഉണ്ടായിരുന്നത്. സാറിന് വളരെ ഭയത്തോടുകൂടിയാണ് അന്ന് എല്ലാവരും ഈ BPO ഉണ്ടാകുമ്പോൾ എന്ത് കാര്യം പറയണമെന്നൊക്കെ, അതായത് വളരെ ശക്തമായ തലത്തിൽ കാര്യങ്ങൾ എല്ലാവരും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവ രീതിയാണ് സാറ് അന്ന് അനുവർത്തിച്ചത്. അത് ഇന്നുമുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അദ്ദേഹം നല്ല ഒരു പ്രഭാഷകനാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മുമ്പേ റേഡിയോയിലുള്ള പല പരിപാടികൾ അദ്ദേഹത്തിന്റെ ഞാൻ എഴുതാറുണ്ട്. അപ്പം വളരെ വ്യക്തമായ ധാരണയോടുകൂടി ജീവിതത്തിലെ പല പുസ്തകങ്ങൾക്കും പല കാര്യങ്ങൾക്കും ഒക്കെ പറയുവാനും ആശയങ്ങൾക്കും അത് ഒരുപാട് വായിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അദ്ദേഹം നമ്മുടെ ഈ സബ്ജക്റ്റിൽ വന്ന് കഴിഞ്ഞ ഈ ജൂൺ മാസത്തിലാണ്. അപ്പം അതിൻ്റെ കൂടുതൽ സമയം ഇവിടെ നമ്മുടെ ഈ അധ്യാപക ഇതായിട്ട് വന്നതാണ്. മറ്റേ BPO ആയിട്ടുള്ള മുമ്പേ പറഞ്ഞു. പിന്നെ കാസർഗോഡ് ജില്ലയാണ് അതിൻ്റെ പ്രവർത്തനം ഉണ്ടായത്. അപ്പോൾ അതിന് ഇവിടെ വന്നപ്പോഴും നമ്മുടെ യൂണിയനുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ കൂടുതൽ അവസരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇനിയും അദ്ദേഹത്തിന് ഭാവിയിൽ നമ്മുടെ ഇവിടുത്തെ യൂണിയനെ നയിക്കുവാനും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുവാനും എല്ലാം പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടാകണം എന്നാണ് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഒരു 5 വർഷത്തെ ഇടവേളയ്ക്ക് മുമ്പ് ഇതുപോലെ ഇവിടെ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ സജിൻ ടീച്ചറും ശ്രീജ ടീച്ചറൊക്കെ ഇരിക്കുന്നത് പോലെ അവിടെ വന്നിരുന്ന് ഈ പരിപാടികളിൽ സംബന്ധിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഇന്ന് ഈ സദസ്സിലേക്ക് അല്ല സാഹചര്യം എന്നെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അത് നിങ്ങളേവരും അറിഞ്ഞിട്ടുണ്ടാവും. വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ സംഘടനയുടെ ഈ ആദരവ് സ്നേഹത്തോടു കൂടി ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. കണ്ണൂർ ജില്ലയിലേക്ക് എത്തിയത് പ്രവർത്തന ശൈലിയിൽ ഈ വർഷം അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. എല്ലാവിധ നന്മകളും ശിഷ്ടജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു, ഒപ്പം ആശംസിക്കുന്നു. ഒരു സഹോദരനെ പോലെ, അതായത് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഇത് ജോയ് മാസ്റ്റർ. എപ്പോഴും ഒരു സുസ്മേരവദനായി എപ്പോൾ നോക്കിയാലും ജോയ് മാസ്റ്ററിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ യൂണിയന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ശ്രീമതി നിശാകുമാരി ടീച്ചർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വരും വർഷത്തെ നമ്മുടെ യൂണിയനെ നയിക്കാൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം സംസ്ഥാന ഓഡിറ്റർ ശ്രീ KK സുരേഷ്. പ്രഭാരൻ മാസ്റ്റർ, സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ പ്രിയകരനായ KPST നേതാവ് ശ്രീ ശ്രീനിവാസൻ മാസ്റ്റർ, ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും എല്ലാ KPST മെമ്പർമാർക്കും മാധ്യമപ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, non-AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ
മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.